നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. 1-2 ഗോളുകൾക്കാണ് ഫുൾഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. സ്വന്തം മൈതാനമായ ഓൾഡ് ട്രഫോർഡിൽ വെച്ചുകൊണ്ടാണ് യുണൈറ്റഡിന് ഈ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. മത്സരത്തിൽ പോർച്ചുഗീസ് സൂപ്പർ താരമായ ബ്രൂണോ ഫെർണാണ്ടസ് ക്ലബിന് വേണ്ടി കളിച്ചിരുന്നു. ഈ മത്സരത്തിനിടെ ഫുൾഹാം താരമായ സാസ ലൂക്കിച്ചുമായുള്ള ഒരു ചാലഞ്ചിനിടെ ബ്രൂണോ ഫെർണാണ്ടസ് വീഴുകയായിരുന്നു. പിന്നീട് വലിയ രൂപത്തിൽ ആർത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഫൗളിന് വേണ്ടി വാദിച്ചു. എന്നാൽ റഫറി അത് കണ്ടില്ലെന്ന് നടിച്ചതോടെ ബ്രൂണോ എഴുന്നേൽക്കുകയും പിന്നീട് കളി തുടരുകയുമായിരുന്നു. ഇതിന്റെ വീഡിയോ ട്രോൾ രൂപത്തിൽ ഫുൾഹാം തങ്ങളുടെ ടിക്ടോക്കിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പിന്നീട് വലിയ രൂപത്തിൽ വൈറലായി. എന്നാൽ ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻഹാഗ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഫുൾഹാം ഇക്കാര്യത്തിൽ മാപ്പ് പറയണം എന്നാണ് ടെൻഹാഗ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ഇതേക്കുറിച്ച് അറിവില്ലായിരുന്നു, പക്ഷെ അവർ ചെയ്ത കാര്യം ശരിയായ ഒന്നല്ല. ഒരു ക്ലബ്ബ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുക എന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് തീർത്തും തെറ്റാണ്. ഫുൾഹാം മാപ്പ് പറയുകയാണ് വേണ്ടത്. ബ്രൂണോ ഫെർണാണ്ടസ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു താരമാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതാണ് യുണൈറ്റഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരീക്ഷണമാണ്. പ്രീമിയർ ലീഗിൽ നടക്കുന്ന അടുത്ത മത്സരത്തിൽ നഗരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് യുണൈറ്റഡിന്റെ എതിരാളികൾ. ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കാണ് ഈ മത്സരം അരങ്ങേറുക. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദിൽ വെച്ചുകൊണ്ടാണ് ഈ ഡെർബി പോരാട്ടം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.